യേശയ്യാപ്രവചനം 40:1-5 വരെ. എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോട് സംസാരിച്ചു. അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തൻ്റെ സകല പാപങ്ങൾക്ക് പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറയുവീൻ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുകയും നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താന്നും വരേണം. വളഞ്ഞതും ചെവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജഡമും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഇതൊരു വളരെ ഷോർട്ട് മെസ്സേജ് ആണെങ്കിലും വളരെ പവർഫുൾ മെസ്സേജാണ്. പ്രവചന പുസ്തകങ്ങളെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ലേഖനങ്ങളെല്ലാം വായിച്ചു നോക്കി. പൗലോസ് പറയും, സഹോദരന്മാരെ, ഇത് യേശയ്യാ പറഞ്ഞ കാര്യമൊന്നുമല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ എന്നല്ല, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളെയും എന്നെയും സ്നേഹിച്ച് സൃഷ്ടിച്ച് വീണ്ടെടുത്ത് തേടി വന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ ഒരു വള്ളിയോ പുള്ളിയോ എടുക്കാതെ മാറ്റാതെ അങ്ങനെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ചലനമുണ്ടാക്കുന്നത് പ്രവചന പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ്. കാരണം ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ചർച്ചിൽ വലിയ പ്രശ്നം വന്നതുകൊണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവൻ പറഞ്ഞു, സഹോദരന്മാരെ, ഡിയർ ബ്രദേഴ്സ്, ഞാൻ നിങ്ങളോട് പറയട്ടെ, വഴക്കിടല്ലേ, ഭിന്നത ഉണ്ടാക്കല്ലേ, ഐക്യതയോടെ നേരെ നടക്ക്, ചൊവ്വേ നടക്ക്, പരദൂഷണം പറയില്ല. പക്ഷേ വെൻ യു റീഡ് ദ പ്രൊഫറ്റിക് മെസ്സേജ്, വിദേശത്ത് പോകാമെന്നോ, പാസ്പോർട്ട് തരാമെന്നോ, ഉയർച്ച തരാമെന്നോ, പ്രൊമോഷൻ തരാമെന്നോ, നീ അടുത്ത മാസം കല്യാണം കഴിക്കുമെന്നോ ഒരു പ്രവചനവും ഈ പുസ്തകത്തിലില്ല. പക്ഷേ 40-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം താൻ സ്നേഹിച്ച് താൻ തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തോട് പറയുന്നു, എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കണം. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ജനം വലിയ കഷ്ടത്തിലായതുകൊണ്ടല്ലേ കർത്താവ് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞത്. നമ്മൾ ആരെ ആശ്വസിപ്പിക്കാൻ പോകുന്നത്? പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കഷ്ടത്തിലും നാശത്തിലും നശിച്ചു പോകുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളോ വ്യക്തികളോ ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് മനസ്സുണ്ടെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തി അവരുടെ അടുക്കൽ പോയി നമ്മൾ എന്തു ചെയ്യും? 4 ആശ്വാസ വാക്കുകൾ പറയുമ്പോൾ അവർക്ക് ഒന്ന് ആശ്വാസം ഉണ്ടാകും. നമുക്കറിയാം, നമ്മൾ പ്രയാസത്തിലും ബുദ്ധിമുട്ടുകളിലും ഇരിക്കുമ്പം നമുക്കറിയാം മനുഷ്യർ വന്ന് സഹായിച്ചാലും ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആരെങ്കിലും വന്ന് 4 ആശ്വാസ വാക്കുകളെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ആശ്വാസമായിരിക്കും. അതേപോലെ ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ, ദൈവവചനം അത് ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അതിൽ നിന്ന് പ്രാപിക്കുന്നത് നാം ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ ആശ്വാസമാണ്, ദൈവത്തിൻ്റെ ബലമാണ്, ദൈവത്തിൻ്റെ പൂർണ്ണതയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്ന ഓരോ വാക്കുകളും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങളെ ബലപ്പെടുത്തുകയും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങളെ സൗഖ്യപ്പെടുത്തുകയും നിങ്ങളെ സമർപ്പിക്കുകയും നിങ്ങളെ ശുദ്ധീകരിക്കുകയും നേരായ വഴികളിൽ നടത്താൻ പോകുകയാൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ഭാഗം വായിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമായിരുന്നു ഇസ്രായേൽ ജനം, യഹൂദാ ഗോത്രം, യഹൂദാ ജനം, ഇസ്രായേൽ ജനം. ഈ ഇസ്രായേൽ ജനത്തെ പലപ്പോഴും ദൈവം ശത്രുക്കളുടെ കയ്യിൽ കൊടുക്കുന്ന കാലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എപ്പോഴാണ് ദൈവം ശത്രുക്കളുടെ കയ്യിൽ, അല്ലെങ്കിൽ മീദിയാനിയർ, അമ്മോനിയർ, ഫിലിസ്തീയരുടെ കയ്യിൽ ദൈവം പരമേൽപ്പിക്കുന്നത്? എപ്പോഴെല്ലാം ദൈവമക്കൾ ദൈവത്തെ മറന്ന് ലോകപ്രകാരമായി ജീവിച്ച് അന്യ ദൈവങ്ങളെ ആരാധിച്ചും, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വേദപുസ്തകം വായിക്കുന്നതൊക്കെ ഒന്ന് കുറച്ച്, പഠിപ്പിക്കുന്നതൊക്കെ കുറച്ച്, പഠിക്കുന്നതൊക്കെ കുറച്ച് പിന്മാറ്റത്തിൽ ഇങ്ങനെ പോകുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? പതുക്കെ അങ്ങ്
ഏൽപ്പിക്കും. ഒന്ന് വേദന അനുഭവിക്കാൻ ഏൽപ്പിക്കുന്നതാണ്, ബുദ്ധിമുട്ടിപ്പിക്കാനല്ല, ഒരു മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവം ഒരു ബാലശിക്ഷ ഏൽപ്പിക്കുന്നതാണ്. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, എങ്കിലേ മനസ്സിലാക്കത്തുള്ളൂ. പഴയ നിയമം വായിക്കുമ്പോൾ അതിന് ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ പ്രവാചകൻ മുഖാന്തരം സ്വർഗത്തിലെ ദൈവം പറഞ്ഞ ആ സന്ദേശം നമുക്ക് കൃത്യമായി മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. വെറും 5 വാക്യം മാത്രമേ ധ്യാനിക്കുന്നുള്ളൂ, പക്ഷെ അതിൽ വളരെ ആഴമേറിയ സന്ദേശങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ദൈവം പിന്മാറ്റത്തിൽ പോയ ഇസ്രായേൽ ജനം, പ്രാർത്ഥന ജീവിതം കുറഞ്ഞിരിക്കാം, വചനം പഠിക്കുന്നത് കുറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ധ്യാനിക്കുന്നത് കുറഞ്ഞിരിക്കാം. അങ്ങനെ ദൈവജനം പിന്മാറ്റത്തിൽ പോയപ്പോൾ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, ലോകപ്രകാരമായ ജീവിതത്തിൽ അവർ വളരെ ഊർജവമായി അതിൻ്റെ പുറകിൽ പോയപ്പോൾ, ലോകമോഹങ്ങളുടെ പുറകെ പോയപ്പോൾ, നമുക്കറിയാം നമ്മുടെ മക്കൾ നമ്മളെ വിട്ട് അകന്നു പോകുമ്പോൾ നമുക്ക് വലിയ ഭാരമുണ്ടാവും. വീട്ടിലിരുന്നിട്ട് നമ്മളോട് സംസാരിക്കാതെ ഇരുന്ന് നമുക്ക് വളരെ വിഷമമുണ്ടാവും, അല്ലേ? ശരിയാണോ? അപ്പം നമ്മുടെ അരുമനാഥനായ യേശു കർത്താവിന് എന്ത് ഭാരമുണ്ടാവും, എന്ത് വിഷമമുണ്ടാവും. നിങ്ങൾ അകന്നു പോകുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥന സമയം കുറയുമ്പോൾ, നിങ്ങൾ വചന ധ്യാനം കുറയുമ്പോൾ, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പിതാവിന്, നിങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത കർത്താവ് യേശു ക്രിസ്തുവിന് എത്ര ഭാരമുണ്ടെന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഉണർത്തട്ടെ. അങ്ങനെ ഒത്തിരി കാലങ്ങളായിട്ട് ദൈവം പ്രവാചകൻ മുഖാന്തരം അവരുടെ പാപ ജീവിതത്തെ ഉണർത്തിയിട്ടും വളരെ നിസാരമായിട്ട് തള്ളിക്കളഞ്ഞ ജനമാണ് നമ്മുടെ സമൂഹം. ആരുടെ സമൂഹം? തിരഞ്ഞെടുക്കപ്പെട്ട ദൈവസമൂഹം, നമ്മുടെ സമൂഹം, അല്ലെങ്കിൽ പെന്തക്കോസ്ത് സമൂഹം, നമ്മുടെ ചേർച്ച്. വീണ്ടും വീണ്ടും പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്തിട്ടും വളരെ നിസാരമായി തള്ളിക്കളഞ്ഞു. അതിനിപ്പോൾ എന്താ? നമ്മൾ ഞായറാഴ്ച സഭ കൂടുന്നില്ലേ, അതൊക്കെ പോരെ? ആമേൻ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ യേശയ്യാവിൻ്റെ കാലഘട്ടത്ത് ഹെസക്കിയ എന്നുള്ളൊരു രാജാവ് ഉണ്ടായിരുന്നു. അവൻ സ്മാർട്ടെന്നൊന്നും പറയത്തില്ല ഞാൻ, ബട്ട് ഹീസ് ഫെയ്ത്ത്ഫുൾ എന്ന വചനം പറയുന്നത്. ഹീസ് വിക്ടോറിയസ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഹീസ് ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ വിശ്വസ്തനായിരുന്നു. ആ കാലഘട്ടത്ത് ആ ദേശത്ത് കാണപ്പെട്ട വിഗ്രഹ ആരാധനകളെയും ബിംബുകളെയും എല്ലാം അവൻ പുറത്താക്കി ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച ഒരു മഹാനായിരുന്നു ഹെസക്കിയ രാജാവ്. യെശയ്ക്കേലിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ മകൻ മനശ്ശെ, അവൻ്റെ അപ്പൻ പൊളിച്ചു കളഞ്ഞ എല്ലാ വിഗ്രഹങ്ങളെയും എന്ത് ചെയ്തു? അവൻ തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ അവനും ആ ഇസ്രായേൽ ജനം മുഴുവനും പിന്മാറ്റത്തിലേക്ക് പോയി. ആ കാലഘട്ടത്ത്, യേശയ്യായുടെ കാലഘട്ടത്ത് ഇസ്രായേൽ ജനത്തെ മുഴുവനും ദൈവം ഏൽപ്പിച്ചത് ബാബേൽ പ്രവാസത്തിലേക്ക് പ്രവേശിപ്പിച്ചു. യെരൂശലേം ദൈവം വസിക്കുന്ന സ്ഥലത്ത്, ദൈവമക്കൾ വസിക്കുന്ന സ്ഥലത്ത് നിന്ന് ദൈവമക്കൾ ദൈവത്തെ വിട്ട് അകന്നു പോയതുകൊണ്ട് ദൈവമക്കളെ ബാബേലിലേക്ക് പ്രവേശിപ്പിച്ചു. ദേ എൻറ്റേർഡ് ഇൻ ടു ബാബിലോൺ. ബാബേൽ എന്ന് പറഞ്ഞാൽ അന്ന് യെരൂശലേമിനേക്കാളും വളരെ മനോഹരമായ സ്ഥലമാണ്, വളരെ മനോഹരമായ സ്ഥലമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് അമേരിക്കയ്ക്ക് പോകുന്നത് പോലെ വളരെ മനോഹരമായ സ്ഥലത്താണ് അവിടെ പ്രവേശിച്ചത്. പക്ഷേ അത് അതിമനോഹരമായ സ്ഥലമാണെങ്കിലും അവർക്ക് അടിമകളായിട്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അവർ പണിയെടുത്തു, യെരൂശലേമിൽ പാർത്തതിനേക്കാളും നല്ല വീട് കിട്ടി, നല്ല ജോലി കിട്ടി, പ്രൊമോഷൻ കിട്ടി, നല്ല വരുമാനമുണ്ടായിരുന്നു. പക്ഷേ ദൈവം എന്തുകൊണ്ടാണ് എന്നെ അങ്ങോട്ട് അയച്ചു എന്നുള്ളത് തിരിച്ചറിയാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. ലോക നന്മകളിലും മോഹങ്ങളിലും അടിമപ്പെട്ട് അവർക്ക് അടിമകളായി ജീവിച്ചു. അത് വലിയ അപകടമാണ്. കാരണം ആ കാലഘട്ടത്ത് എന്ന് ഇവർ പ്രവാസത്തിൽ പ്രവേശിച്ചോ അന്നു മുതൽ ബാബേലിൻ്റെ ശക്തികളും അസര്യയുടെ ശക്തികളും ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. ബാബേലിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ലോകമോഹങ്ങളെ കാണിക്കുന്നു. ഇന്നും രക്ഷിക്കപ്പെട്ട അനേക
ദൈവത്തിൻ്റെ ഭക്തന്മാർ ലോക പ്രകാരമായ നന്മകൾക്ക് വേണ്ടി, ആ മോഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ സാക്ഷിയില്ലാത്തതുകൊണ്ട് അതിന് അവസരം കിട്ടുന്നില്ല. നിങ്ങൾ പല സഭകളിൽ പോയി കഴിഞ്ഞാൽ ലോകപ്രകാരമായ നന്മകൾക്ക് മുൻഗണന കൊടുത്താണ് സാക്ഷി പറയാൻ അവർ മുമ്പോട്ട് എഴുന്നേറ്റ് വരുന്നത്. എൻ്റെ മക്കൾക്ക് അത് കിട്ടി, ഇത് കിട്ടി, എൻ്റെ മക്കൾക്ക് വരുമാനം ഇപ്പോൾ ഇത്രയാണ്, ഉയർച്ച കിട്ടി, കൃപയാൽ 3000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ പറ്റി. ഇതായിരുന്നു സാക്ഷ്യങ്ങൾ. അത് ബാബേലിൽ ജീവിക്കുന്ന വിശ്വാസികളാണ് അതിനെക്കുറിച്ച് സാക്ഷി പറഞ്ഞത്. ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ഇനി 2, ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തത് അസറിയൻസിൻ്റെ സ്പിരിറ്റാണ്. അതിൻ്റെ സ്പിരിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും റീസൺ കണ്ടെത്തും, കാരണം കണ്ടെത്തി കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസ ജീവിതം നയിക്കും. കൂടാതെ അവരുടെ ജീവിതത്തിൽ ഉയർച്ച വന്നാൽ തന്നെ അവരതിന് അടിസ്ഥാനപരമായിട്ടൊരു കാരണം കണ്ടെത്തും. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാ, ഞാൻ ഉപവസിച്ചത് കൊണ്ടാ, ഇല്ല ഞാൻ ഇന്ന പ്രവാചകൻ്റെ അടുത്ത് പോയത് കൊണ്ടാ. അക്രൈസ്തവർക്ക് കൃപാസനമുണ്ട്, രക്ഷിക്കപ്പെട്ടവർക്ക് പ്രവാചകനുണ്ട്. രണ്ടിന് വലിയ വ്യത്യാസമില്ല. കർത്താവ് എവിടെ പോയി? നിന്റെ രക്ഷയ്ക്കായി പിതാവ് തന്ന പുത്രനായ യേശു ക്രിസ്തു എവിടെ പോയി? നിന്റെ ഹൃദയത്തിൽ ഈ സർവശക്തനായ ദൈവം വസിക്കുമ്പോൾ നിന്റെ രക്ഷയ്ക്കായി നീ പ്രവാചകനെ തേടിപ്പോവുകയാണ്. അസറിയരുടെ ആത്മാവ്, ദി സ്പിരിറ്റ് ഓഫ് അസറിയൻസ്. ജീവിതത്തിൽ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പരിഹരിക്കുന്നത് മുഖാന്തരം ഒരിക്കലും ദൈവത്തോട് അടുക്കാൻ സാധിക്കത്തില്ല. ശ്രദ്ധിക്കേണ്ടത്, രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവം രോഗസൗഖ്യം കൊടുത്തെങ്കിൽ ആ സൗഖ്യം മുഖാന്തരം ഒരിക്കലും ദൈവത്തോട് അടുക്കാൻ സാധിക്കത്തില്ല. ഒരു മനുഷ്യൻ എപ്പോഴാ ദൈവത്തോട് അടുക്കുന്നെന്നറിയാമോ? അവൻ ദൈവസന്നിധിയിൽ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഈ ഭാഗം ദൈവം എന്നോട് സംസാരിച്ച വിഷയം എന്ന് ഏറ്റെടുത്ത് ദൈവം നൽകുന്ന വഴികളിൽ കൂടി നയിക്കപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥ. നമ്മുടെ അറിവോ നമ്മുടെ ജ്ഞാനമോ ഒന്നുമല്ല. ചിലർ ബൈബിളൊക്കെ വായിച്ചിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യാൻ വരും. അത് അസറിയരുടെ സ്പിരിറ്റാണ്. ശ്രദ്ധിക്കണം. ആ സഭ ഈ സഭയെ നോക്കി കുറ്റം പറയും, ഈ സഭ ആ സഭയും. ഈ ലോകത്ത് ഒരു സഭയും പൂർണ്ണനെ അല്ല. ഈ സഭയ്ക്കും അതിനതിനായ അംഗവൈല്യമുണ്ട്, ആ സഭയ്ക്കും അതിനതിനായ അംഗവൈല്യമുണ്ട്. ഈ മുടന്തൻ ആ മുടന്തനെ നോക്കിയിടാ നിനക്ക് കാലില്ല എന്ന് പറഞ്ഞു കുറ്റം പറയുക. അവനും കാലില്ല, ഇവനൊരു കാലില്ല. ഇവൻ നടക്കുന്നതും കൃപയാലാണ്, അവൻ നടക്കുന്നതും കൃപയാല. ആമേൻ. മനസ്സിലാക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരും മനസ്സിലാക്കുന്നവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും വിശ്വാസികൾ തമ്മിൽ മറ്റുള്ളവരെ ചെറുതാക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ സഭയെക്കാളും ഞങ്ങളുടെ സഭയാണ് നല്ലത്, നിങ്ങളുടെ വിശ്വാസത്തെക്കാളും ഞങ്ങളുടെ വിശ്വാസമാണ് നല്ലത്, നിങ്ങളുടെ പാസ്റ്ററിനേക്കാളും ഞങ്ങളുടെ പാസ്റ്ററാണ് നല്ലത്. അത് അസരിയരുടെ സ്പിരിറ്റാണ്. ശ്രദ്ധിക്കണം. വിധിക്കാനോ കുറ്റം പറയാനോ പോരുത്. ദൈവസഭയോടുള്ളൊരു ദൂത. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് സഭകൾ പലതും പിഴച്ചു പോകാൻ കാരണം ദൈവത്തെ ഭയപ്പെടാത്തത് കൊണ്ടാണ്. ദേ ഡോണ്ട് ഹാവ് ഡിസിപ്ലിൻഡ് ലൈഫ്. ഇന്ന് ഭൂരിപക്ഷ സഭകളും വിശ്വാസികളായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ദൈവം നമ്മളെ വിളിച്ചത് വിശ്വാസികളായിട്ടല്ല, ശിഷ്യന്മാരായിട്ട് ജീവിക്കാനാണ്. ശിഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ ഇല്ലാത്തവന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസൈപ്പിളായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല.
വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. ആർക്കാ ഇല്ലാത്ത? എല്ലാ മതത്തിലുള്ളവർക്കും അവരവരുടേതായ വിശ്വാസമുണ്ട്. പക്ഷേ ദൈവം ഒരു യഥാർത്ഥ ഒരു റിയൽ ദൈവ പൈതലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഡിസൈപ്പിൾ ആയിട്ട് ജീവിക്കുകയല്ല. യു ഷുഡ് ബി എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. രക്ഷിക്കപ്പെട്ട് കർത്താവോട് കൂടെ ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും വേദനകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നെന്നിരിക്കാം. അവരെ ആശ്വസിപ്പിക്കാനാണ് പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിട്ടുള്ളത്. God has come here to comfort those who are chosen by God. നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് നിനക്ക് ഉള്ളിലൊരു ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് നീ വന്നതുപോലെ മടങ്ങിപ്പോകത്തില്ല. നീ ആശ്വാസത്തോടെ മടങ്ങിപ്പോകും. പ്രവാസത്തിലും പ്രതിസന്ധിയിലും വേദനയിലും കൂടി കടന്നു പോകുന്ന ഇസ്രായേൽ ജനത്തോട് കർത്താവ് അരുളി ചെയ്യാൻ തുടങ്ങിയത്, കംഫർട്ട്, എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ. നിന്നെ ആശ്വസിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ എത്ര വിലപ്പെട്ടവനെന്ന് നീ മറന്നു പോകരുത്. 39 അധ്യായം വരെ, യേശയ്യാ പ്രവചനം 39 അധ്യായം വരെ, അതുവരെ ദൈവം പ്രവാചകൻ മുഖാന്തരം പറഞ്ഞ സന്ദേശങ്ങളെല്ലാം മുന്നറിയിപ്പുള്ള സന്ദേശങ്ങളായിരുന്നു, ന്യായവിധിയുടെ സന്ദേശങ്ങളായിരുന്നു. എല്ലാ സന്ദേശങ്ങളും വളരെ ഭീകരമായ സന്ദേശങ്ങളായിരുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, മടങ്ങി വന്നില്ലെങ്കിൽ, unless you repent. പക്ഷെ പെട്ടെന്ന് 40 അധ്യായത്തിലേക്ക് യേശയ്യാവ് പ്രവേശിച്ചപ്പോൾ കർത്താവിൻ്റെ ടോൺ പൂർണ്ണമായിട്ട് മാറി. ആ മുന്നറിയിപ്പിൻ്റെ സന്ദേശങ്ങളും ആ ന്യായവിധിയുടെ സന്ദേശങ്ങൾ എല്ലാം സ്വർഗത്തിലെ ദൈവം അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് കർത്താവ് താൻ തിരഞ്ഞെടുത്ത ജനത്തെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, ഇത്രയും കാലം നീ കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി ജീവിച്ച് ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും നാശങ്ങളും വന്നെങ്കിൽ കർത്താവ് പറയുന്നു, അത് മാറിപ്പോയില്ലെങ്കിലും അതിൻ്റെ നടുവിൽ ഞാൻ നിന്നെ വളരെ ആശ്വാസത്തോടെ നയിക്കും എന്നുള്ള ഒരു ഉറപ്പ് തരാനാണ് പരിശുദ്ധനായ ദൈവം ഇന്ന് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുള്ളത്. നിൻ്റെ കഷ്ടം മാറിയില്ലെങ്കിലും നിന്നെ ആശ്വസിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്നെ രക്ഷിക്കാമെന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്താമെന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ അവിടെ നിന്ന് രക്ഷിച്ച് പുറത്ത് കൊണ്ടുവരാമെന്നല്ല കർത്താവ് പറഞ്ഞു. ഐ വിൽ കംഫർട്ട് യു. ഓർത്തോളം, മനുഷ്യൻ ആശ്വസിപ്പിക്കുമ്പോൾ നിന്നെ ഒരിക്കലും രക്ഷിക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം ആശ്വസിപ്പിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോളം, അതിൻ്റെ ഉള്ളിൽ ദൈവം രക്ഷ വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നവർ, വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് വേദനയോടിരിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തന്മാർ, തന്നെ സ്നേഹിക്കുന്ന, തന്നെ രക്ഷകർത്താവായി സ്വീകരിച്ച് തൻ്റെ ജനത്തെ എങ്ങനെയെങ്കിലും ആശ്വസിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? നിന്നെ സൃഷ്ടിച്ച ദൈവത്തിനുണ്ടായിരുന്നു. യോഗ്യത ഉണ്ടായിട്ടല്ല ആശ്വസിപ്പിക്കാൻ ഇറങ്ങി വന്നത്. കാരണം 39 അധ്യായം വരെ കർത്താവ് വാർണിംഗ് ചെയ്യുമായിരുന്നു, മുന്നറിയിപ്പിക്കുകയായിരുന്നു. ന്യായവിധിയെക്കുറിച്ച് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുമായിരുന്നു. പക്ഷെ അവസാനം ദൈവം തൻ്റെ സ്നേഹത്തെ തൻ്റെ വാക്കാൽ അവിടെ വെളിപ്പെടുത്താൻ തുടങ്ങി. ഹൃദയം തുടങ്ങി വേദനയോട് വന്ന ജനത്തെ ഇന്ന് പകൽക്കാലം തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കും. അവിടെ കർത്താവ് ഇപ്രകാരം പറയുന്നു, അവളുടെ യുദ്ധശബ്ദം കഴിഞ്ഞു. യെരുശലേമിനോട് ആദരവോട് സംസാരിച്ചു. നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, യെരുശലേമിനോട് ആദരവോട് സംസാരിച്ചു. അവളുടെ യുദ്ധസേവ കഴിഞ്ഞു. അവളുടെ അകൃത്യം മോചിക്കപ്പെടും. യെരുശലേം നിവാസികളോടുള്ള സന്ദേശമാണ്. യെരുശലേം എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പിൻ്റെ സ്ഥലമാണ്.
ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് റെസ്റ്റോറേഷൻ. ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ പ്ലേസ് ഓഫ് വർഷിപ്പ്. പലപ്പോഴും യെരുശലേം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആരാധിക്കുന്ന ആരാധന, ദേവാലയം എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതിനപ്പുറമായിട്ട് യെരുശലേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് റിപ്പൻറ്റൻസ്, ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് റെസ്റ്റോറേഷൻ, ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് റീയൂണിയൻ വിത്ത് ഗോഡ് ആൻഡ് ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് റീബിൽഡിംഗ് യുവർ ലൈഫ്. യെരുശലേം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമുള്ള സ്ഥലം. ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് ദൈവം തൻ്റെ ജനത്തെ മാനസാന്തരപ്പെടുത്തും. മാനസാന്തരപ്പെടുത്തവനെ ദൈവം വീണ്ടെടുക്കും. വീണ്ടെടുത്തവനെ ദൈവം യഥാസ്ഥാനത്താക്കും. യഥാസ്ഥാനത്താക്കി ദൈവം അവനെ വീണ്ടും പണിയും. നമ്മുടെ രക്ഷകർത്താവ് യേശു ജനിച്ചതും യെരുശലേമില, നമുക്ക് വേണ്ടി മുറിവേറ്റതും യെരുശലേമില, നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ യാഗമായി അർപ്പിച്ചതും യെരുശലേമില, അവൻ ഉയർത്തെഴുന്നേറ്റതും യെരുശലേമില. യെരുശലേം എന്ന് പറഞ്ഞാൽ നിങ്ങളെയും എന്നെയുമാണ് കാണിക്കുന്നത്. അവൻ ജനിച്ചത് നമ്മുടെ ജീവിതത്തിലാണ്. അവൻ ജീവിച്ചത് നമുക്ക് വേണ്ടിയാണ്. അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളെല്ലാം. അവൻ മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റത് നമുക്ക് വേണ്ടിയാണ്. ഇറ്റ് ഈസ് എ ഹോപ്പ് ഓഫ് ഹൗസ് ആൻഡ് ഇറ്റ്സ് എ ഹോപ്പ് ഓഫ് സാൽവേഷൻ. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വേദനയോടും കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, ദൈവത്തിൻ്റെ സന്ദേശം ഹല്ലേലൂയ നിൻ്റെ ജീവിതത്തിൽ ആശ്വാസമായി ഇന്ന് വെളിപ്പെടും. ആശ്വാസത്തിൻ്റെ സന്ദേശമാണ്. ചിലപ്പോൾ നീ വളരെ സ്ട്രെസ്സോടെ വന്നിരിക്കാം, ടെൻഷനോടെ വന്നിരിക്കാം, വേദനയോടെ വന്നിരിക്കാം, ദുഃഖത്തോടെ വന്നിരിക്കാം, ഭാരത്തോടെ വന്നിരിക്കാം, രോഗത്തോടെ വന്നിരിക്കാം. പക്ഷേ ദൈവം നിന്നെ ആശ്വസിപ്പിക്കും എന്നുള്ള ഒരു സന്ദേശം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ആശ്വാസം ലഭിക്കും, നിശ്ചയം. ഇന്ന് നീ ആശ്വാസത്തോടെ മടങ്ങിപ്പോകും, നിശ്ചയം. ഹല്ലേലൂയ. അത് നിൻ്റെ യോഗ്യതയല്ല. ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട്, ദൈവം നിന്നെ വീണ്ടെടുത്തത് കൊണ്ട്, ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവം നിന്നോട് പറഞ്ഞ സന്ദേശം നീ പ്രാപിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോകും. ഹല്ലേലൂയ. അവളുടെ യുദ്ധസേവ കഴിഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ആ ഭാഗം. ദ സാഡ് ഡേയ്സ് ആർ ഗോൺ. നിന്റെ ദുഃഖ നാളുകൾ തീരും. അടുത്തിരിക്കുന്നവരുടെ കരം പിടിച്ചൊന്ന് പറയാമോ? നിന്റെ ദുഃഖ നാളുകൾ തീരും. ഇത് പൗലോസിൻ്റെ സന്ദേശമല്ല. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ എന്ന് പറയുന്ന സന്ദേശമല്ല. യഹോവ അരുളി ചെയ്യുന്ന നിന്റെ ദുഃഖ ദിവസങ്ങൾ തീരാറായി. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കാരണം നിന്നെ ദൈവം ജയാധായി വഹിപ്പാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ ജീവിതം ജയാളിയായി ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നിന്നിൽ വസിക്കുന്ന ക്രിസ്തു, ഹല്ലേലൂയ, ഹി ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഹൂ ഈസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ കാണുന്ന സകല വ്യക്തികളെക്കാളും നിന്റെ ഉള്ളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം യേശു കർത്താവ് വലിയവനത്രേ, അങ്ങ് മഹാനത്രേ. അങ്ങ് പറയുന്നു നിന്റെ സകല പാപങ്ങളും ഞാൻ മോചിച്ചിരിക്കുന്നു. കാരണം നീ ചെയ്ത പാപങ്ങൾക്ക് 2 times ഞാൻ നിന്നെ എന്ത് ചെയ്തു? ശിക്ഷിച്ചിരിക്കുന്നു. ഇരട്ടി പ്രാവശ്യം നിന്നെ ശിക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതോ അത് ഏത് ശിക്ഷയായിരുന്നു? 2 ശിക്ഷ ഉണ്ട് വേദപുസ്തകത്തിൽ. ഒന്ന് മരണശിക്ഷ, പാപത്തിൻ്റെ ശമ്പളം മരണം. 2 ബാലശിക്ഷ. ഇവിടെ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്നത് ബാലശിക്ഷയാണ്. നമ്മുടെ മക്കൾ വീട്ടിൽ എന്തെങ്കിലും തെറ്റോ കുറ്റോ കുസൃതിയോ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കത്തുമില്ല, അവർക്ക് മരണശിക്ഷയും കൊടുക്കത്തില്ല. പക്ഷെ അവരെ ശിക്ഷിക്കും. കാരണം അവരെ സ്നേഹിക്കുന്നത് കൊണ്ട്, അവർ നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടി. ബൈബിളിൽ ഒരു വാക്കുണ്ട്, പെരമ്പായ കൈയാടാതവൻ തൻ്റെ മകനെ പകയ്ക്കാൻ. എനിക്ക് മലയാളത്തിൽ അറിയത്തില്ല. വടിയെടുത്ത് പിള്ളേർക്ക് 2 തല്ല് വെച്ച് കൊടുത്തില്ലെങ്കിൽ യു ആർ ഹേറ്റിംഗ് യുവർ ചിൽഡ്രൻസ് എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് തല്ലേണ്ട സമയത്തിൽ തല്ലിയാൽ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടും. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇവിടെ ഉണ്ടോ? കരങ്ങളിൽ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ 2 ശിക്ഷ ഉണ്ട്. ഒരു ശിക്ഷ ബാലശിക്ഷ. ദൈവം തരുന്ന ആ ശിക്ഷ നശിച്ചു പോകാനല്ല,
നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ മനസ്സിലാക്കി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേദനകൾ വിഷമങ്ങളൊക്കെ വരുമ്പം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് പാസ്റ്റർ പറയുകയാണ്, നീ ഒന്ന് മാനസാന്തരപ്പെട്ട നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച വരത്തില്ല. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നു. 3-ാമത്തെ വാക്യം, ലിസൺ ഇറ്റ്സ് ദ വോയിസ് ഓഫ് someone shouting. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നു, പ്രിപ്പയർ ദ വേ ഫോർ ദ ലോർഡ്. പ്രിപ്പയർ ദ വേ ഓഫ് ദ ലോർഡ്. ക്ലിയർ ദ വേ ത്രൂ ദ വിൽഡർനെസ് ഓഫ് ദ ലോർഡ്. ഞാൻ 1-2 ട്രാൻസ്ലേഷൻ എടുത്ത് വായിച്ചത്. ഒന്നിൽ പ്രിപ്പയർ എന്ന് ഇട്ടിട്ടുണ്ട്, ഒന്ന് ക്ലിയർ ദ വേ എന്ന് ഇട്ടിട്ടുണ്ട്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, കേട്ട ഒരുത്തൻ വിളിച്ചു പറയുന്നു, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ. പ്രിപ്പയർ, മരുഭൂമിയിൽ വഴിയൊരുക്കുവീൻ. പ്രിപ്പയർ ദ വേ, ക്ലിയർ ദ വേ. പ്രിപ്പയർ ദ വേ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? പ്രിപ്പയർ ദ വേ. Oh, the valley be raised up and mountains be made low. Hail tribe of Judah, let the lion roar. നമുക്ക് റോർ ചെയ്യാനേ അറിയത്തുള്ളൂ. പക്ഷേ വഴി ഒരുക്കാൻ പഠിക്കണം. We should prepare the way for the Lord. അത് ദൈവം ഒരുക്കി തരത്തില്ല, നമ്മൾ ഒരുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വഴി ഒരുക്കണം. എല്ലാ തടസ്സങ്ങളും മാറ്റി. നമ്മുടെ നാട്ടിൽ മഞ്ഞൊന്നും വീഴാറില്ല. കാനഡ പ്രദേശം ചില രാജ്യങ്ങളെല്ലാം അതിരാവിലെ എണ്ണിക്കുമ്പം റോഡ് മൊത്തം, വീട് മൊത്തം മഞ്ഞായിരിക്കും. ജോലിക്ക് പോകാൻ പറ്റത്തില്ല. രാവിലെ എണ്ണിച്ചോടനെ തൂമ്പ എടുത്ത് എന്ത് ചെയ്യും? ഈ മഞ്ഞെല്ലാം എടുത്ത് മാറ്റണം. ഇവിടെ തൂമ്പ എടുക്കാത്തവരാ അവിടെ പോയി തൂമ്പ എടുക്കുന്നത്. പറഞ്ഞേക്കരുത് കേട്ടോ. അവിടെ രാവിലെ എണ്ണിച്ച് ആദ്യം തൂമ്പ എടുത്ത് ഈ മഞ്ഞെല്ലാം എടുത്ത് മാറ്റണം. ദേ ഹാവ് ടു പ്രിപ്പയർ ദ വേ. പുറത്തുനിന്ന് ഒരാൾ വീട്ടിൽ വരണമെങ്കിൽ ഇവർക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവർക്ക് വഴി ഒരുക്കാതെ ഇറങ്ങാൻ പറ്റത്തില്ല. എവിടെയെല്ലാം തെറ്റ് പറ്റിയിട്ടുണ്ടോ എല്ലാം എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം ആരാ വരുന്നത്? യഹോവയാ വരുന്നത്. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ വരണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നിൻ്റെ വഴി, ആ പാത എന്ത് ചെയ്യണം? ഒന്ന് കറക്റ്റ് ചെയ്യണം, ഒന്ന് ഒരുക്കണം. അതാ മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ സുവിശേഷകൻ ഇപ്രകാരം എഴുതുകയാണ്, യഹൂദ്യ മരുഭൂമിയിൽ സ്നാപകൻ യോഹന്നാൻ പ്രസംഗിച്ചത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്നവൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു. കർത്താവിൻ്റെ വഴി ഒരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ എന്ന് യേശയ്യാ പ്രവാചകൻ പറഞ്ഞത് ഇവൻ തന്നെ. ഏകദേശം 400 വർഷക്കാലം മുമ്പ് യേശയ്യാ പ്രവാചകൻ മുഖാന്തരം സ്വർഗത്തിലെ പിതാവ് അരുളി ചെയ്ത സന്ദേശം 2025 വർഷങ്ങൾക്ക് മുൻപ് നിറവേറി. അവിടെ യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറയുന്നു, യേശു ക്രിസ്തു എൻ്റെ പിന്നാലെ വരുന്നു, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ നിങ്ങളുടെ ജീവിതം എന്ത് ചെയ്യണം? ഒന്ന് ഒരുക്കണം, ഒന്ന് ക്രമീകരിക്കണം, ഒന്ന് മാനസാന്തരപ്പെടണം, ഒന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യും. കാരണം ഞാനല്ല നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ പോകുന്നത്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കും. ഉടനെ കുറച്ച് പേര് അവിടെ നിന്നവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മോട് പറയത്തില്ല, ഞങ്ങളൊക്കെ പെന്തക്കോസ്തുകാരാ, ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടവരാ, ഞങ്ങൾ വിശ്വാസികളാ. അവൻ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് ആബ്രഹാം, നിങ്ങൾക്ക് വിശ്വാസമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി എവിടെ ഇടും? നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെ വെട്ടി ഉപ്പിലിടുമെന്നല്ല പറഞ്ഞത്, തീയിലിടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ മരുഭൂമിയിൽ, ഈ യാത്രയിൽ നമുക്കൊരു ഒരുക്കം വളരെ ആവശ്യമാണ്. പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ വിളിച്ച ഉടനെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരും തോന്നുന്നുണ്ടോ? പക്ഷേ ഒരുക്കത്തോടെ വിളിച്ചാലോ? ഞങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെ ഇല്ല, അവരെ ഞങ്ങൾ വിളിച്ച് വീട്ടിൽ വരുത്തുവാണെങ്കിൽ, അയ്യോ ഞാനും ഭാര്യയും കിടന്ന് ഓടുന്നത് കാണണം. വീടൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് ക്രമീകരിച്ച്, തുടയ്ക്കാത്ത സ്ഥലം തുടച്ച്, ക്രമീകരിക്കാത്ത സ്ഥലം ക്രമീകരിച്ചു. വേറെ ഒന്നും വേണ്ട. 1 വർഷം കഴിഞ്ഞ് എൻ്റെ മോള് അവധിക്ക് വന്നപ്പം, അയ്യോ ഞാൻ കഴിഞ്ഞ അവസാനത്തെ കുറച്ച് ദിവസം എന്തായിരുന്നു, ഐ വാസ് ജസ്റ്റ് പ്രിപ്പയറിങ് ഹെർ റൂം. അതിന് വളരെ പെർഫ്യൂമൊക്കെ അടിച്ച്, നല്ല
ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ട്, പുതിയ ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ട്, അകത്ത് കുറേ പുതിയ പുതിയ പ്ലാൻസൊക്കെ വെച്ച് അവളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട്. ആരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട്? കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പം കർത്താവിനെ, ആമേൻ, നമ്മൾ ലോകപ്രകാരമായിട്ടൊരു ബന്ധങ്ങൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ തന്നെ അവരെ സന്തോഷത്തോടും സമാധാനത്തോടും സ്വീകരിക്കാൻ നമ്മൾ എന്തു ചെയ്യുന്നു? ഒരുങ്ങുന്നത് പോലെ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് യോഹന്നാൻ പറഞ്ഞതാ, ഒന്ന് ഒരുങ്ങണം കേട്ടോ. ചിലർ യോഹന്നാനെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും താരതമ്യം ചെയ്ത് പ്രസംഗിക്കാറുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം വെട്ടിമുറിച്ച് ശുശ്രൂഷിച്ചു, പക്ഷേ യേശുവിൻ്റെ സ്നേഹമോ, യേശുവിൻ്റെ ശുശ്രൂഷയോ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു. യോഹന്നാൻ കറക്റ്റല്ല, യേശു കറക്റ്റാണ്. അങ്ങനെയല്ല. ദൈവമാണ് യോഹന്നാൻ അയച്ചത്. യോഹന്നാൻ വഴി ഒരുക്കാതെ ഒരിക്കലും യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാനേ പറ്റത്തില്ലായിരുന്നു. അത് നിങ്ങൾക്കറിയാമായിരുന്നു. യോഹന്നാൻ വഴി ഒരുക്കിയത് കൊണ്ടാണ് യേശു ക്രിസ്തുവിന് ഒരുക്കിയ വഴിയിൽ കൂടി നിൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിച്ചത്. മാനസാന്തരപ്പെടാതെ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നു നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. സ്നാപകൻ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു മരുഭൂമിയിൽ, മാനസാന്തരപ്പെട്ടോ. മാനസാന്തരം എന്ന് പറയുന്നത് ഫീലിങ്സ് അല്ല. അയ്യോ ഞാനിപ്പോൾ നുണ പറഞ്ഞു, കള്ളം പറഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണം, പിന്നെയും നാളെ കുറേ 4 പരദൂഷണം പറയുക അല്ലേ. പൊതുവെ 4 വിശ്വാസികളും പാസ്റ്ററും ചേരുമ്പം കുറച്ച് നുണയും ഒക്കെ പറഞ്ഞിട്ട് അവസാനം പാസ്റ്റർ പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ പാസ്റ്റർക്ക് കുറ്റബോധം ഉണ്ടാവും. എണ്ണിച്ചെന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും കുഴപ്പം ഉണ്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ കുഴപ്പം ഉണ്ടായിട്ടല്ലേ അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ചത്? മനസ്സിലാക്കുന്നുണ്ടോ? അതല്ല യഥാർത്ഥ മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് സ്റ്റോപ്പ് സിന്നിങ്. എവിടെ നിനക്ക് നീ ചെയ്യുന്നത്, സംസാരിക്കുന്നത് പാപം തോന്നി അവിടെ നീ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് തിരിഞ്ഞു വരുന്നതാണ് മാനസാന്തരം. മനസ്സിലാകുന്നില്ല. നമ്മുടെ വഴിയിൽ ഒരു കല്ല് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കല്ലെടുത്ത് ഉരുട്ടി അപ്പുറത്ത് വയ്ക്കത്തില്ല. സാരമില്ല, കുഴപ്പമില്ല, അവിടെ ഇരുന്നോന്ന് നമ്മൾ എന്തു ചെയ്യും? എടുത്ത് പള്ളക്കളയും. പറഞ്ഞ് അടുത്തിരിക്കുന്നവരോട് പറ, പള്ളക്കളയണമെന്ന് പറയും. എന്തിനാ ബുദ്ധിമുട്ടുന്നത്? പരദൂഷണം എന്ന കല്ലോ, കയ്പെന്നുള്ള കല്ലോ, കുശുമ്പോ, പരദൂഷണം, നെകളഭാവം, അഹംഭാരമോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കല്ലൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അങ്ങ് എടുത്ത് പള്ളക്കളയും. എന്തിനാ ഇതൊക്കെ? ഇതൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ തടസ്സമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ ദൈവം പരമേൽപ്പിച്ചിരിക്കുക. ഒരു റീഅറേഞ്ച് ചെയ്യണം. നമ്മുടെ ഭവനത്തെ റീഅറേഞ്ച് ചെയ്യുന്നത് പോലെ അല്ലേ, നമ്മുടെ ജീവിതത്തെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. എല്ലാ ദിവസവും നമ്മുടെ വീട് ഒന്നുപോലെ വയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ല. നമ്മൾ എല്ലാ ദിവസവും ആ വീടിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും? ഒന്ന് ക്ലീനാക്കി റീഅറേഞ്ച് ചെയ്ത് വെക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ റീഅറേഞ്ച് ചെയ്ത് വെക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നുണ പറയുന്നത്, കള്ളം പറയുന്നത്, പരദൂഷണം പറയുന്നത്, ഗോസിപ്പിംഗ്, വിരൽ ചൂണ്ടി സംസാരിക്കുക, ഇതെല്ലാം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യണം? ഒന്ന് പള്ളക്കളയണം. എന്തു ചെയ്യണം? ഒന്ന് പറഞ്ഞാട്ടെ, പള്ളക്കളയണം. പറഞ്ഞാട്ടെ. വിരൽ ചൂണ്ടുന്നത്, വഷളത്വം സംസാരിക്കുന്നത്, കുറള പറയുന്നത്, പരദൂഷണം, വിധിക്കുന്നത്, ഭിന്നത, കോപം, ഇതെല്ലാം നമുക്കുള്ളതല്ല, ദൈവമക്കൾക്കുള്ളതല്ല. റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് കം എവേ ഫ്രം ദ ഈവിൾ തിങ്സ്. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ ചിലരൊക്കെ കമ്പയർ ചെയ്യും യേശുവിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചും യോഹന്നാൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചും. ഓർത്തോളം, യോഹന്നാൻ്റെ സന്ദേശം ഏറ്റെടുത്താൽ മാത്രമേ യേശു ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കത്തുള്ളൂ. യോഹന്നാൻ തുടങ്ങിയത് നിങ്ങളെ സൗഖ്യപ്പെടുത്താമെന്നല്ല. യോഹന്നാൻ തുടങ്ങിയത് റിപ്പൻറ്റ്. യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വചനം നിന്നെ അനുഗ്രഹിക്കാമെന്നല്ല, നിന്നെ സൗഖ്യപ്പെടുത്താമെന്നല്ല, റിപ്പൻറ്റ്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ 12 പേരും നിനക്ക് പ്രൊമോഷൻ കിട്ടുമെന്നുള്ളൊരു സന്ദേശമല്ലായിരുന്നു, റിപ്പൻറ്റൻസ് ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ സന്ദേശം റിപ്പൻറ്റൻസ് ആയിരിക്കണം. എങ്കിലേ ജനങ്ങൾ മാനസാന്തരപ്പെടത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടല്ല നിങ്ങളെയും എന്നെയും ദൈവം വിളിച്ചിരിക്കുന്നത്. മാനസാന്തരത്തിൻ്റെ സന്ദേശം പറഞ്ഞാൽ മാത്രമേ
ക്രിസ്തു ആ വ്യക്തിയുടെ മാനസാന്തരപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവേശിക്കത്തുള്ളൂ. അൺലെസ് ദർ ഈസ് എ പ്രിപ്പറേഷൻ, അവിടെ കർത്താവ് വെളിപ്പെടത്തില്ല. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്തട്ടെ. സോ വി ഷുഡ് പ്രിപ്പയർ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിപ്പറേഷൻ പറഞ്ഞത് വളരെ വിലപ്പെട്ട കാര്യമാണ്. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാമോ, വീട്ടിൽ അടുക്കള പണി ചെയ്യുന്നവർക്കറിയാം, അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ, അല്ലേ? ആരെങ്കിലും വഴുതനെ കഴുകുന്നത് പോലെ സവാളയെ കഴുകുമോ? സവാളയെ പൊളിക്കുന്നത് പോലെ ആരെങ്കിലും വഴുതനെ പൊളിക്കുകയോ? ഇല്ല. എല്ലാത്തിനും അതിനതിനായ പ്രിപ്പറേഷൻ ഉള്ളതുപോലെ ജീവിതം പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിസ്സാരമായിട്ട് എടുക്കരുത്. ഈസി ഒന്നുമല്ല. ഇറ്റ് ടേക്സ് ടൈം. ഒരു നല്ലൊരു ആഹാരം ഉണ്ടാക്കണമെങ്കിൽ അതിന് സമയമെടുത്താണ് ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് ടൈം. നിങ്ങളതിനു വേണ്ടി എല്ലാം ഇൻവെസ്റ്റ് ചെയ്താണ് ചെയ്യുന്നത്. അതേപോലെ കർത്താവിൻ്റെ വരികയ്ക്കായി നാം ഒരുങ്ങണം. ഇറ്റ് നീഡ്സ് ടൈം. അതിന് സമർപ്പണം ആവശ്യമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ പാപത്തെക്കുറിച്ച് ദൈവം നമ്മളെ പാപബോധ്യം തരുമ്പോൾ, അങ്ങ് ഉണർത്തുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് എടുക്കരുത്. യോഹന്നാൻ്റെ ശുശ്രൂഷ നിറവേറിയാൽ മാത്രമേ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കത്തുള്ളൂ. അൺലെസ് യു പ്രിപ്പയർ യുവർ ലൈഫ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ജീസസ് വിൽ നെവർ എൻറ്റർ ഇൻ ടു യുവർ ലൈഫ്. നമുക്കൊരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ എളുപ്പം, പക്ഷേ ഒരു ഡിസൈപ്പിളായിട്ട് ജീവിക്കണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ ജീസസ്. നിങ്ങളെ പരമേൽപ്പിച്ച ക്രൂശ് എടുക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ക്രിസ്തു യേശുവിനെ പിൻഗമിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ലെറ്റ് us എക്സാമിൻ അവർ ലൈഫ് എവറി ഡേ. ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യണം, നമ്മുടെ വാക്കുകളെ ശോധന ചെയ്യണം, നമ്മുടെ മനോഭാവങ്ങളെ ശോധന ചെയ്യണം, നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത്? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സംസാരിച്ച ആ സംസാരമാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ രക്ഷയിൽ വന്നിട്ടില്ല, യഥാർത്ഥ മാനസാന്തരം വന്നിട്ടില്ല. അതിൻ്റെ മുമ്പ് കുശുമ്പും കുന്നായ്മയും പരദൂഷണമുണ്ട്. ഇപ്പോഴും അതുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടിരിക്കാം, സ്നാനപ്പെട്ടിരിക്കാം, അഭിഷേകം പ്രാപിച്ചിരിക്കാം. പക്ഷേ ആത്മാവിൻ്റെ ഫലമില്ലെങ്കിൽ ആ കൃപാവരം നീ പ്രാപിച്ചത് വൃത്തിയായിപ്പോയി. നിനക്ക് കൃപാവരം ഉണ്ടോ എന്നല്ല കർത്താവ് കാണാൻ വരുന്നത്, നിൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വരുന്നത്. യോഹന്നാൻ സ്നാപകൻ അതാ പറഞ്ഞത്, നിൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലമില്ലെങ്കിൽ കർത്താവ് നിന്നെ എടുത്ത് തീയിലിടും. അവർക്ക് ന്യായവിധിയുണ്ട്, പക്ഷെ ആ ന്യായവിധിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? നിന്നെ ദൈവം ബാലശിക്ഷയ്ക്ക് ഏൽപ്പിക്കുമ്പോൾ നിൻ്റെ ഹൃദയങ്ങളെ നീ ശോധന ചെയ്യണം, നിൻ്റെ ജീവിതത്തെ ശോധന ചെയ്യണം. എന്തുകൊണ്ടാണ് കർത്താവ് ഈ ശിക്ഷ എനിക്ക് തന്നത്? ഈ വേദന തരാൻ കാരണം എന്താ? ഈ വീഴ്ച വരാൻ കാരണം എന്താ? ഈ പ്രയാസങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ കാരണം എന്താ? ഓയ് ലോർഡ്, കർത്താവേ, എൻ്റെ നടപ്പാണോ, എൻ്റെ വാക്കാണോ, എൻ്റെ സംസാരമാണോ, ഇല്ല ഞാൻ കുറല പറഞ്ഞത് കൊണ്ടാണോ, ഇല്ല പരദൂഷണം, വാട്ട് ലോർഡ്, ഞാൻ എവിടെ വീണുപോയി? നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ നടുവിൽ വന്നിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാനസാന്തരത്തോട് മടങ്ങി വരാമോ? യേശു ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കണം നിനക്ക് ആഗ്രഹമുണ്ടോ? നീ വഴിയൊരുക്കാതെ അവൻ ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. മരുഭൂമിയിൽ യോഹന്നാൻ ചെയ്ത ശുശ്രൂഷ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ, പിതാവേൽപ്പിച്ച ശുശ്രൂഷ അതേപോലെ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ഹല്ലേലൂയ പരാജയപ്പെട്ടേനെ. യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ ശുശ്രൂഷയുടെ വിജയത്തിൻ്റെ പുറകിൽ കാരണക്കാരൻ എന്താണെന്നറിയാമോ? പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷ ഹല്ലേലൂയ വിശ്വസ്തയോടെ യോഹന്നാൻ ചെയ്തതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു അനേക ആയിരങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിച്ചു. ഹല്ലേലൂയ. മത്തായിനെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണമെന്താ? പത്രോസിനെ തിരഞ്ഞെടുക്കാൻ കാരണമെന്താ? ലൂക്കോസിനെ തിരഞ്ഞെടുക്കാൻ കാരണമെന്താ? പ്രിയ സഹോദര സഹോദരിയെ, അവിടെ ഒരു മാനസാന്തരമുണ്ടായി.
അല്ലെങ്കിൽ വിളിച്ച ഉടനെ മത്തായി ഇറങ്ങിപ്പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിളിച്ച ഉടനെ പത്രോസ് വലയും ഇട്ടിട്ട് ഇറങ്ങിപ്പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ പടകും വലയും ഒക്കെ ഇട്ടിട്ട് എത്ര ലക്ഷങ്ങൾ വിലയുള്ള പടകാണെന്നറിയാമോ? എത്ര ആയിരങ്ങൾ വിലയുള്ള, എത്ര കഠിനമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ സമ്പത്തും ഇതെല്ലാം ഇട്ടേച്ച് പോകണമെങ്കിൽ മാനസാന്തരം വരാതെ ഒരിക്കലും ഇട്ടേച്ച് പോകത്തില്ല. മാനസാന്തരം വരാൻ കാരണം എന്താണെന്നറിയാമോ? ചിലപ്പോൾ യോഹന്നാൻ മാനസാന്തരത്തെക്കുറിച്ച് സംസാരിച്ച ആ സന്ദേശമായിരിക്കും, അല്ലെങ്കിൽ യേശു ക്രിസ്തു സംസാരിച്ച് മാനസാന്തരത്തിൻ്റെ സന്ദേശമായിരിക്കും. അവർ എപ്പോൾ മാനസാന്തരപ്പെട്ടോ അവർ ഹല്ലേലൂയ കർത്താവിനെ പിൻഗമിക്കാൻ തുടങ്ങി. എല്ലാ ജീവിതങ്ങളെയും ഉപേക്ഷിച്ച്, ഹല്ലേലൂയ എല്ലാ തിന്മകളെയും ഉപേക്ഷിച്ച്, ഹല്ലേലൂയ അവരുടെ ജീവിതം ഒരുക്കത്തോടെ, ഹല്ലേലൂയ എൻ്റെ യേശു വിളിച്ചാൽ ഹല്ലേലൂയ ഞാൻ അങ്ങയോട് കൂടെ ജീവിക്കും എന്നുള്ള തീർമാനമെടുത്ത് വ്യക്തികളെ ദൈവം ഓരോ ദിവസവും വിളിക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നാം ഒരുങ്ങാത്തത് കൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാത്തത്. നമ്മൾ ഒരുങ്ങാത്തത് കൊണ്ടാണ് ദൈവം നമ്മളെ വിളിക്കാത്തത്. ദൈവം നമ്മളെ ഉപയോഗിക്കാത്ത കാരണം എന്താണെന്നറിയാമോ? ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്നു മുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഒരുങ്ങും. എൻ്റെ ജീവിതത്തെ ശോധന ചെയ്ത് ഒരുക്കിയെടുക്കും. ഐ വിൽ പ്രിപ്പയർ മൈ ലൈഫ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന ആഗ്രഹമുള്ളവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ കരങ്ങളെ നീട്ടിപ്പിടിക്കാം. ഹല്ലേലൂയ. സമർപ്പണത്തോട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 39-ാമത്തെ അധ്യായം വരെ ഹല്ലേലൂയ അത് ആ മുന്നറിയിപ്പിൻ്റെ സന്ദേശങ്ങളായിരുന്നു. പക്ഷേ ഹല്ലേലൂയ ഇന്നു മുതൽ മുന്നറിയിപ്പല്ല, ന്യായവിധിയല്ല. ദൈവം നിന്നോട് ഹല്ലേലൂയ അസാധാരണമായ ഒരു സ്നേഹത്തോട് ദൈവം നിന്നോട് ഇടപെടാൻ പോവുകയാണ്. അത് സമാധാനത്തിൻ്റെ സന്ദേശമായിരിക്കും. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ ഹല്ലേലൂയ അത് ആശ്വാസത്തിൻ്റെ സന്ദേശമായിരിക്കും. ഇന്നു മുതൽ ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സന്ദേശം, ആദരവായിട്ടുള്ള ഒരു സന്ദേശം, ഒരു സഹകരണമുള്ള ഒരു സന്ദേശം, ഒരു വീണ്ടെടുപ്പിൻ്റെ സന്ദേശം, നിന്നെ ബലപ്പെടുത്തുന്ന സന്ദേശം, ഒരു സൗഖ്യപ്പെടുത്തുന്ന സന്ദേശം ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ നീ നിന്നെ തന്നെ ഒരുക്കുമ്പോൾ, ഹല്ലേലൂയ നിന്നെ തന്നെ ഒരുക്കുമ്പോൾ യഹോവയുടെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന, യഹോവയുടെ മഹത്വം നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വെളിപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഇന്നു മുതൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കാൻ ഹല്ലേലൂയ വഴി ഒരുക്ക്. ഹല്ലേലൂയ. ദുർഘടങ്ങൾ നിരപ്പാകട്ടെ. ഹല്ലേലൂയ. ദുർഘടങ്ങൾ നിരപ്പാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു മേക്ക് ദ വേ സ്ട്രെയിറ്റ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കൈപ്പെല്ലാം കള. ഫിൽ ദ വാലീസ്. നിന്റെ വീക്ക്നെസ് എല്ലാം എടുത്ത് കള. ഹല്ലേലൂയ. ലെവൽ ദ മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ കുന്നുകളെ നിരപ്പാക്കുവിൻ എന്ന് പറഞ്ഞാൽ നിന്റെ അഹങ്കാരവും നികളപാവവും വിരൽ ചൂണ്ടുന്നതും നിന്റെ ജീവിതത്തിൽ എടുത്ത് ഉരുട്ടിക്കളയാനാണ്, അതിനെ നികത്തിക്കളയാനാണ്. സ്ട്രെയിറ്റ് ദ കർവ്സ്. വളഞ്ഞ ജീവിതം. സ്ട്രെയിറ്റ് ദ കർവ്സ്. കള്ളം പറയുന്നത്, നുണ പറയുന്നത്, ചെറിയ ചെറിയ കള്ളം സാരമില്ല, കുഴപ്പമില്ല, അത് വലിയ ദോഷം ചെയ്യും സഹോദര. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കത്തില്ല. ഹി ഈസ് ടില്ലിങ് സ്മൂത്ത് ഔട്ട് ദ റഫ് പ്ലേസസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാക്കുകളൊന്ന് സ്മൂത്ത് ആകട്ടെ, നിൻ്റെ സ്വഭാവം ഒന്ന് സ്മൂത്ത് ആകട്ടെ. ബി ഹംബിൾ, ഡോണ്ട് ഗെറ്റ് ആംഗ്രി. അങ്ങനെ നീ നിൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചാൽ യഹോവയുടെ മഹത്വം വെളിപ്പെടുന്നത് മാത്രമല്ല, സകല ജഡമും ഒരുപോലെ അതിനെ കാണും. എതിനെ കാണും? കർത്താവിൻ്റെ ആശ്വാസത്തെ കാണും. എൻ്റെ ജനത്തെ ആശ്വസിപ്പീൻ നിങ്ങൾ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. അത് ഒരുപോലെ ഒന്നുപോലെ നിങ്ങൾ മാത്രമല്ല, വിശ്വസിക്കുന്ന സകല ജനവും കാണും, നിൻ്റെ കുടുംബം കാണും. ഇത് യഹോവയുടെ വായല്ലോ സംസാരിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങളെ നീട്ടിപ്പിടിക്കാം. വേദനയോട് വന്നിരിക്കാം പ്രിയ സഹോദര, വിഷമത്തോട് കടന്നു വന്നിരിക്കാം. ക്രമീകരിക്കാം ആ ജീവിതത്തെ. നീ അനാഥരിക്കാം, വിധവയിരിക്കാം. പക്ഷേ അനാഥരെ സംരക്ഷിക്കുന്ന ദൈവമാണ്, വിധവയെ സംരക്ഷിക്കുന്ന ദൈവമാണ്. നീ പരദേശിയായി പാർക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, നീ ഒറ്റപ്പെട്ടവനായിരിക്കാം, ഏകാന്തതയിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. പരിശുദ്ധനായ ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. ഇന്നു മുതൽ ആശ്വസിപ്പിക്കും. നിൻ്റെ ദുഃഖ നാളുകൾക്ക് അന്ത്യം വന്നിരിക്കുന്നു. യുവർ സാഡ് ഡേയ്സ് ആർ ഗോൺ. ഇറ്റ് ഹാസ് കം ടു ആൻ എൻഡ്. നിൻ്റെ തല കുനിഞ്ഞോ? നിൻ്റെ കുനിഞ്ഞ തലയെ നിവർത്താൻ കർത്താവ് വന്നിട്ടുണ്ട്. കാഴ്ച നഷ്ടപ്പെട്ടോ? കുരുടന്മാർക്ക് കാഴ്ച നൽകിയവൻ കടന്നു വന്നിട്ടുണ്ട്. നീ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണോ? നിൻ്റെ ബദ്ധന്മാരെ അഴിച്ചുവിട്ട് സർവശക്തനായ ദൈവം കടന്നു വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ന്യായം പാലിച്ചു തരുന്ന ഒരു ദൈവം നിൻ്റെ പക്ഷത്തുണ്ട്.